ഈ ക്വസ്റ്റ്യൻ നോക്കാം. എ ക്രോസ് ബി ഈക്വൽ ടു എ എക്സ് എ വൈ ബി എക്സ് ബി വൈ ഫൈൻ എ ആൻഡ് ബി. ഇതെങ്ങനെയാണ് ചെയ്യണതെന്ന് അറിയാമോ? എ ക്രോസ് ബി തന്നിട്ടുണ്ട്, എയും ബിയും കണ്ടുപിടിക്കണം. നമുക്കത് നോക്കിയിട്ട് ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റില്ലേ എ എന്താണെന്നുള്ളത്? ഇവിടെ ശ്രദ്ധിച്ചിരുന്നേ, എ ക്രോസ് ബിയിൽ ഈ ഓർഡേഡ് പേരിലെല്ലാം ആദ്യത്തെ എലമെൻറ്റ് എന്ന് വന്നതാണ്, രണ്ടാമത്തെ എലമെൻറ്റ് എന്ന് വന്നതാണ്. നമുക്കതറിയാം. ഈ ഓർഡേഡ് പേരിൽ ആദ്യത്തെ എലമെൻറ്റ് എ ഉണ്ട്, പിന്നെ ബിയും ഉണ്ട് അല്ലേ. ആ എയും ബിയും എവിടെ നിന്ന് വന്നവരാ? സെറ്റ് എന്ന് വന്നവരാണ്. ഇനി ഓർഡേഡ് പേരിലെ രണ്ടാമത്തെ എലമെൻറ്റ് നമ്മൾ എ എഴുതുമ്പോൾ എ കോമ എന്ന് എഴുതണ്ട, റിപ്പീറ്റ് ചെയ്യാതെ എഴുതിയാൽ മതി. ഇനി ഈ ഓർഡേഡ് പേരിലെ രണ്ടാമത്തെ എലമെൻറ്റ് വന്നത് ബി എന്നാണ്. എക്സ് ആൻഡ് വൈ, അത് ബി എന്ന് വന്നതാണ്. എക്സ് വൈ പിന്നെയും എക്സ് എന്ന് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഓർഡേഡ് പേരിലെ രണ്ടാമത്തെ എലമെൻറ്റ്സ് എക്സും വൈ ആണ്, അത് ബി എന്ന് വന്നതാണ്. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ.